device and we compared our Java virtual device, Java virtual machine and Dalvik virtual machines. ഇതൊക്കെ comparison അടക്കം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. Okay, so here an Android emulator is an Android virtual device that represents a specific Android device. Okay, അപ്പം ഇവിടെ നമുക്ക് പറയാം you can use an Android emulator as a target platform. To run and test your Android application. On your PC. Okay. Okay. So Android emulator നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോമായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ആൻഡ്രോയിഡ് എമുലേറ്റർ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓപ്ഷണൽ. ഓക്കെ, ബിക്കോസ് ഒരു പെർഫോമൻസ് ഇഷ്യൂ ഈ ആൻഡ്രോയിഡ് എമുലേറ്ററുടെ വെൽ നോൺ പെർഫോമൻസ് ഇഷ്യൂവിൽ വരുന്നതാണ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി സ്ലോ. ഓക്കെ, സോ അത് യൂസ് ചെയ്യുന്നത് ഓപ്ഷനിലാണ്. പെർഫോമൻസ് ഇഷ്യൂ ഈ സ്ലോ എക്സ്ട്രീംലി സ്ലോ ആണ്, അതൊരു പെർഫോമൻസ് ഇഷ്യൂ ആണ് കേട്ടോ. ഓക്കെ, സോ ആൻഡ്രോയിഡ് എമുലേറ്റർ, അപ്പം അതിന് നമുക്ക് ക്രിയേറ്റിംഗ് ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ്, ചേഞ്ചിങ് ഓറിയന്റേഷൻ, കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ഈ ടൈപ്പ് ചെയ്ത് തരുന്നത് നോട്ട് ചെയ്യണേ. ഓക്കെ, അപ്പം ആൻഡ്രോയിഡ് എമുലേറ്റർ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് acting as it is used to run and test your Android application. Okay, and it is optional. Its well-known performance issue is that it is extremely slow. Okay, next, creating AVD, Android virtual device. Okay, Android virtual machine, Dalvik virtual machine, Java virtual machine comparisons ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. This is Android virtual device. Okay, first create an AVD with the same device configuration, then launch this AVD from AVD manager. ഇത്രയേ ഉള്ളൂ. Okay, അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്യാം. If you want to emulate a real device, first create AVD. Create an AVD with the same device configuration as real device. Then launch this AVD from AVD manager. Okay, AVD യൂസ് ചെയ്തിട്ട് ആൻഡ്രോയിഡ് എമുലേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യും റൺ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ക്രിയേറ്റ് AVD. ഓക്കെ, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചേഞ്ചിങ് ഓറിയന്റേഷൻ. ഓക്കെ, ചേഞ്ചിങ് ഓറിയന്റേഷൻ യൂഷ്വലി നമ്മൾ ഓറിയന്റേഷൻ വെർട്ടിക്കൽ ആയിട്ട് തന്നെയാണ് വരാറ്. ഓക്കെ, by default ആയിട്ട് തന്നെ its orientation will be vertical, but you can change that if you want. Okay, അപ്പം എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളതാണ് ഇനി പറയുന്നത്. ചേഞ്ചിങ്
orientation. Usually by default, when you launch the emulator, its orientation is vertical. But you can change it by pressing Control plus F11 key. Keyboard. Okay, Controlum F11 ഒരുമിച്ച് press ചെയ്തിട്ടുണ്ടെങ്കിൽ you can change the orientation of your launched emulator. Okay. Okay ആണോ? Creating and changing orientation. Emulators-നെ കുറിച്ചിട്ടാണ് പറയുന്നത്, Android emulator. ഇത് രണ്ടും okay ആണോ? Okay. ഇനി നെക്സ്റ്റ് നമ്മൾ കുറച്ച് കമാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, emulator commands. Okay, ഇത് നോട്ട് ചെയ്യുന്നുണ്ടോ? ഹലോ, നോട്ട് ചെയ്യണേ. Next, emulator commands. Okay, കുറച്ച് emulator commands ആണ്. So while using emulator, these commands വേണ്ടി വരും. Okay. So first one is home. While using this command, it will shift to the main screen. Okay, home command use ചെയ്തിട്ടുണ്ടെങ്കിൽ it shifts to the main screen. ഒരു സെക്കൻഡ്. ഓക്കെ, ഓൾറെഡി നമ്മൾ ആൻഡ്രോയിഡ് വെർച്വൽ മെഷീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാൽവിക് അല്ലേ? ഡാൽവിക് വെർച്വൽ മെഷീൻ എന്തായിരുന്നു അതിൻ്റെ മെയിൻ? .dex ഫയൽസ് ആയിരുന്നു അല്ലേ? ഈ ഡാൽവിക് വെർച്വൽ മെഷീൻ എന്തായിരുന്നു അതിൻ്റെ ആർക്കിടെക്ചറിൽ? രജിസ്റ്റർ ബേസ്ഡ് ആയിരുന്നു. ഓർമ്മയുണ്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹലോ, ഡാൽവിക് വെർച്വൽ മെഷീൻ ആൻഡ് ജാവ വെർച്വൽ മെഷീൻ തമ്മിൽ കമ്പാരിസൺസ് അതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാൻ സാധ്യത ഉണ്ട്. കാരണം നമ്മൾ മൊഡ്യൂൾ 4 ജാവ പഠിക്കുന്നുണ്ട്, ജാവ വെർച്വൽ മെഷീൻ, ആൻഡ് മൊഡ്യൂൾ 5 and 6 ആയിട്ട് ആൻഡ്രോയിഡ് പഠിക്കുന്നുണ്ട്. അത് ചോദിക്കാം. ഓക്കെ, ചോദിച്ചുകൂടായികയില്ല. ഓക്കെ, നെക്സ്റ്റ് കമാൻഡ് F2. toggles context sensitive menu. Okay, next F3. Bring out call log. F4. End call.
F5. Search. F6. Toggle. Trackball mode. മേലത്തെ എഴുതിയെടുത്തായിരുന്നോ? F7. Power button. F8. Toggle. Data network. Then Control plus F5. Ring volume up. Control plus F5. Ring volume up. Control plus F6. ഇതായിരിക്കും ring volume down. Okay. So ഇത്രയും കമാൻഡ്സ് എന്തായാലും അറിഞ്ഞിരിക്കുക. ആൻഡ്രോയിഡ് എമുലേറ്ററിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. ഓക്കെ. Home, F2, F3, F4, F5, F6, F7, F8, Control plus F5, Control plus F6. And we use Control plus F11 to change the orientation of the emulator. Okay. മാറ്റട്ടെ? എഴുതിയെടുത്തോ? കഴിഞ്ഞില്ലേ? ഓക്കെ. അടുത്തത് സെൻഡിങ് SMS. Emulator. Sending SMS. Okay. You can emulate sending SMS to your emulator. Okay. Two ways നമുക്കത് ചെയ്യാം. Android Studio or from Telnet. Okay. Android Studio ചെയ്യുകയാണെങ്കിൽ you can do that from DDMS and it will be found in Android Studio. Okay. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതരാം, നോട്ട് ചെയ്യുക. You can emulate sending SMS to your emulator, which is used to run our application in our PC. Okay, and there are two ways to do that. Okay. One from DDMS, which is found in Android Studio. Okay, next one is from Telnet. SMS send another. Okay. Telnet is not enabled by default in Windows. Okay. അപ്പം നമ്മൾ ടെൽനെറ്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ you have to enable it. Okay. അപ്പോൾ ഇനാബിൾ ചെയ്തിട്ട് ടെൽനെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് you have to go to command prompt and you have to start telnet by
ടൈപ്പിംഗ് ടെൽനെറ്റ് there. ഓക്കെ, കമാൻഡ് പ്രോംപ്റ്റ് പോകുന്നത് നമ്മൾ ജസ്റ്റ് ഈ ഒരു സ്റ്റാഫിൽ എടുത്തിട്ട് ഇവിടെ ഒരു CMD അടിച്ചു കൊടുത്താൽ മതി, അപ്പൊ തന്നെ കാണാൻ പറ്റും. ഓക്കെ, കമാൻഡ് പ്രോംപ്റ്റ്. ഓക്കെ, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ടെൽനെറ്റ് എന്ന് ടൈപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദെൻ ഒരു ടെൽനെറ്റിന് ഈ ഒരു SMS സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു നോട്ട് ഡൗൺ ദ AVD നമ്പർ, okay, which can be found on the title bar of the emulator. Okay, means ആ ഒരു AVD നമ്പർ കൂടി യൂസ് ചെയ്തിട്ട് വേണം നമുക്കത് കമാൻഡ് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ബ്ലാക്ക് കളർ വിൻഡോ വരും. ഓക്കെ, അപ്പം അതിൽ കാണാറുള്ളത് C: യൂസേഴ്സ്. നമ്മൾ ടെൽനെറ്റ് അടിച്ച് അത് ഇനാബിൾ ആക്കി, വൺസ് ഇനാബിൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ഓക്കെ, നമ്മളത് ടെൽനെറ്റുമായിട്ട് ഡിസേബിൾ ആക്കുന്ന സമയത്ത് ടെൽനെറ്റ് ലോക്കൽ ഹോസ്റ്റ്, ദെൻ ആ ഒരു നമ്പർ, ആ ഒരു പെർട്ടിക്കുലർ IVD നമ്പർ കൂടി ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, ഓക്കെ, സോ നമുക്ക് SMS സെൻഡ് ചെയ്യണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലെ DDMS വഴി അല്ലെങ്കിൽ ടെൽനെറ്റ് വഴി. ഇത് എന്തായാലും അറിഞ്ഞിരിക്കാം. ഓക്കെ, ഓക്കെ, ദെൻ മേക്കിംഗ് കോൾ. SMS സെൻഡ് ചെയ്യുന്നത് പറഞ്ഞു. ദെൻ എമുലേറ്റർ മേക്കിംഗ് കോൾ. ഓക്കെ, ഓൾറെഡി ഇറ്റ് മേക്കിംഗ് കോളും ഈ ടെൽനെറ്റ് ക്ലയൻറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനും ഫസ്റ്റ് യു നീഡ് ടു കണക്ട് യുവർ എമുലേറ്റർ ഫ്രം ടെൽനെറ്റ്. ഓക്കെ, ഓൾറെഡി അത് നമ്മൾ പറഞ്ഞു. ഇപ്പം കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് ടെൽനെറ്റ് ലോക്കൽ ഹോസ്റ്റ് ആൻഡ് ആ ഒരു AVD നമ്പർ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം യു നീഡ് ടു ടൈപ്പ് GSM കോൾ 1234. ഓക്കെ, അപ്പം കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് യു ഹാവ് ടു കണക്ട് യുവർ emulator from telnet. Connect to your emulator from telnet. Then type syntax ആണ് GSM call 1234. ഓക്കെ, ഇത് ടൈപ്പ് ചെയ്തതിനു ശേഷം എൻ്റർ അടിക്കുക. ഓക്കെ, ദെൻ അതൊരു AVDയിലേക്ക് നമ്മുടെ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസിലേക്ക് കോൾ വരും. ഓക്കെ, നമുക്ക് കോൾ ചെയ്യേണ്ട ആ ഒരു സിൻടാക്സ് ആണത്. ഓക്കെ, അപ്പം അതിനു മുന്നേ എന്താണെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സിൻടാക്സ് എഴുതാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് എമുലേറ്ററിൽ പറയാനുള്ളത് ട്രാൻസ്ഫറിങ് ഫയൽസ്. എമുലേറ്റർ ട്രാൻസ്ഫറിങ് ഫയൽസ്.
സോ ഇതിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലെ DDMS യൂട്ടിലിറ്റി ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എക്സ്പ്ലോറർ, ഓക്കെ, എക്സ്പ്ലോറർ നമ്മൾ സാധാരണ PC-യിലൊക്കെ ഓരോ ലോക്കൽ ഡിസ്ക് ഒക്കെ എടുത്ത് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും. ഓക്കെ, അപ്പം ജസ്റ്റ് എഴുതാം, സെലക്ട് DDMS utility in Android Studio. After that, select the file Explorer tab. Okay. File Explorer tab എടുക്കുമ്പോൾ തന്നെ you can view all the existing contents and you can also make new folder. Okay. അപ്പോൾ അതിലൂടെ browse ചെയ്തിട്ട് we can send that or transfer the files. Okay. We can transfer the files into the emulator or vice versa. Okay. So ഇത്രയും കാര്യങ്ങൾ എന്താണെങ്കിലും ആൻഡ്രോയിഡ് എമുലേറ്ററിന്റെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ആൻഡ്രോയിഡ് എമുലേറ്റർ എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷണൽ ആണ്. സോറി, ഓക്കെ, ആൻഡ്രോയിഡ് എമുലേറ്റർ ഓപ്ഷണൽ ആണ് ആൻഡ് വി യൂസ് ഇറ്റ് ടു റൺ ആൻഡ് ടെസ്റ്റ് അവർ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇൻ അവർ PC. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. Okay, we can also change its orientation and these are the emulator commands. Oro commands അറിഞ്ഞിരിക്കണം, its descriptions too. Then how to send SMS, make call and transfer files in using emulator, അതും അറിഞ്ഞിരിക്കണം. Okay, ഇത്രയും ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. ഹലോ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ എക്സസൈസിലേക്ക് പോവാണ്. ഓക്കെ, എക്സസൈസിൽ ഒരു പാറ്റേൺ ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, and it is also called Floyd's triangle. ഓൾറെഡി കുറച്ച് പാറ്റേൺസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. Floyd's triangle. ഓക്കെ, പിരമിഡ് പാറ്റേൺസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉത്തരം പറയേണ്ടതാണ് കേട്ടോ. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടോ അതിനു മുന്നേ? പാറ്റേൺ ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നോ? ഹലോ, ഓക്കെ, ഇതെങ്ങനെ ചെയ്യും? We need to use 2 for loops. അത് നമുക്കറിയാം അല്ലേ? അത് യൂഷ്വലി നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യുക? ഫസ്റ്റ് എത്ര നമ്പർ ഓഫ് റോസ് ആണ് വേണ്ടതെന്നുള്ളത് നമ്മൾ യൂസറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങും അല്ലേ?
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം എന്താണെങ്കിലും. സ്റ്റാർട്ടിങ് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് അല്ലേ. ഹാഷ് ഇൻക്ലൂഡ് iostream.h hash include ponyo.h. okay, void main we need number of rows alla, number of rows venam, and we need to use 2 for loops. okay, but for loops variables aayittu I'm just using I and j as usual. okay, then we need the number of rows, so cout enter the number of rows and scene rows. ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആയിരിക്കില്ലേ? അല്ലേ? okay, then we need to use 2 for loops. അതും എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. so for I is equal to 1 or 0. okay, നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. so I is equal to 1, I less than or equal to rows I plus plus. ഇതെന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും, ബിക്കോസ് I എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ റോസിനെയാണ് ചെയ്യുന്നത് അല്ലെ. എത്ര റോസ് ഉണ്ടോ അത്രയും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൂപ്പ് തന്നെ വന്ന് ഇരിക്കണം അല്ലേ. so I is equal to 0, I less than or equal to rows and I plus plus. ഇത്ര നമ്പർ ഓഫ് റോസ് വേണം എന്നുള്ളതാണ്. then for j is equal to 1, j less than or equal to I j plus plus. ഓക്കെ, ഇവിടെ നമ്മൾ ജെ എന്ന് പറയുന്നത് കോളംസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം, നമ്മുടെ പാറ്റേൺ നോക്കാം. ഓരോ ഇതിപ്പോ ഫസ്റ്റ് റോ ആണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് കോളം മാത്രമേ ഉള്ളൂ. സെക്കൻഡ് റോ ആണെങ്കിൽ വി ഹാവ് 2 കോളംസ് അല്ലെ. തേർഡ് റോയില് വി ഹാവ് 3 ആൻഡ് ഫോർത്ത് റോയില് വി ഹാവ് 4 എലമെന്റ്സ്, 4 കോളംസ്. ഓക്കെ, അപ്പം ഒബ്വിയസ്ലി ഒരു ഫിഫ്ത്ത് റോ ഉണ്ടായിരുന്നെങ്കിൽ we should have 5 elements, 5 columns അല്ലെ. അപ്പൊ നമുക്ക് ഏത് റോ ആണോ, ഇപ്പൊ ഫസ്റ്റ് റോ ആണെങ്കിൽ കോളം നമ്പർ 1 വരെ പാടുള്ളൂ. j is equal to 1 and j less than or equal to 1 അല്ലെ. കോളത്തിന്റെ നമ്പർ i കൊണ്ട് നമ്മൾ റോ നമ്പറും j കൊണ്ട് നമ്മൾ കോളത്തിന്റെ നമ്പറും ആണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ വി ആർ ഡിസ്പ്ലേയിങ് എന്താണ്, നമ്പേഴ്സ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലെ. ആ ഒരു നമ്പർ എവിടെയും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ജെയോ ഐയോ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. ഫോർ ഡിസ്പ്ലേയിങ് വി നീഡ് ടു യൂസ് സം അതർ വേരിയബിൾ. ഓക്കെ, ആൻഡ് ഐ ആം ഇനീഷ്യലൈസിങ് ഇറ്റ് ആസ് 1. ഓക്കെ, സോ ഓരോ എലമെന്റ് വരുമ്പോഴും വി ഷുഡ് ഡിസ്പ്ലേ ദിസ് n and we should increment it while displaying it. Okay, once you have displayed this number, you just increment that number. Okay, ഇപ്പൊ ശരിക്കും വർക്ക് ചെയ്യില്ലേ? അങ്ങനെ ചെയ്താൽ ആ പിരമിഡ് കിട്ടൂലേ? കിട്ടോ ഇല്ലയോ? മാനുവലി നോക്കണോ? okay, for I is equal to 1, റോ നമ്പർ നമുക്ക് 4 ആണുള്ളത് അല്ലെ. so row is equal to 4 and for I is equal to 1 is less than 4, it will enter into this loop, this for loop അല്ലെ. for loop എന്ന് പറയുന്ന സമയത്ത് I ന്റെ for loop ഇത്രയും ഉണ്ട്, j ന്റെ for loop ഇത്രയേ ഉള്ളൂ അല്ലെ. ഓക്കെ, അപ്പം ഫോർ ലൂപ്പിൽ നോക്കി, ഫോർ ലൂപ്പിൽ കാണുന്ന എന്താണ്, j is equal to 1 and j less than or equal to 1. ട്രൂ ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. അഗൈൻ ഇറ്റ് വിൽ എൻറ്റർ ദ ഫോർ ലൂപ്പ് ബോഡി. അവിടെ കാണുന്നത് എന്താണ്, n പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് യു നീഡ് ടു പ്രിന്റ് ദാറ്റ് n ഇൻ ന്യൂ ലൈൻ. ഇവിടെ ന്യൂ ലൈൻ കൊടുക്കാൻ പറ്റില്ല, ന്യൂ ലൈൻ ഇവിടെ വേണം കൊടുക്കാൻ അല്ലേ. cout new line.
ഓരോ റോ കഴിഞ്ഞിട്ടാണ് ന്യൂ ലൈൻ വെക്കേണ്ടത്. ഓരോ റോയിലും വി ക്യാൻ യൂസ് ടാബ്, സ്പേസ് വെക്കാം. ഓക്കെ, സോ എന്താണ് സി ഔട്ട് എന്ന് പറഞ്ഞു, എന്നിന്റെ വാല്യൂ 1 ആണ്, 1 പ്രിന്റ് ചെയ്തു. ദെൻ the next statement is increment n. So now the value of n is equal to 2. Okay, then after that it will check, it will increment the value of j will be 2, and it will check the condition whether 2 less than or equal to 1. Condition failed, so it will exit this in a for loop. Then it will see new line command. So new line like povum. Again it is seeing the crossing braces of outer for loop, so it will increment the value of I will be 2. Again it will check the condition I less than or equal to rows, 2 less than or equal to 4 ആണ്. Again j is equal to 1 ആയിട്ടുണ്ട്, j less than or equal to 2 ശരിയാണ്. C out എന്ന് പറയുന്ന സമയത്ത് now the value of n is 2, so it will display it, and again it will increment the value of n, so n is equal to 4. Then after this, seeing this crossing braces, j value incremented to 2, and 2 is less than or equal to 2 അല്ലേ, 2 less than or equal to 2 ആണ്. സോ വീണ്ടും ഒരു വട്ടം കൂടി ഈ ഒരു ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. സോ ഇറ്റ് വിൽ ഡിസ്പ്ലേ ദ വാല്യൂ ഓഫ് n, so we will get 3. Okay, after that it will increment the value of n, 4, n will be 4. Next, condition fail out because j is incremented to 3 and 3 is greater than 2. It is not less than or equal to 2, so condition failed. Again എന്താവും, ന്യൂ ലൈനിലേക്ക് പോവും അല്ലേ, ന്യൂ ലൈനിലേക്ക് പോവും while seeing this command. Okay, then after this crossing braces, value of I will be 3, and it will check whether 3 is less than or equal to 4, which is true. Okay, then entering into the inner loop for j is equal to 1 and 1 is less than or equal to 3. C out n in new line, so it will see out 4, then it will increment the value of n. Okay, now the value of j is equal to 2. Again it will print the value of n because 2 is less than or equal to 3. വീണ്ടും എന്നിനെ ഇൻക്രിമെന്റ് ചെയ്യും, എന്നിന്റെ വാല്യൂ 6 ആവും. ക്രോസിംഗ് ബ്രേസസ് കാണുന്ന സമയത്ത് ജെയിനെ ഇൻക്രിമെന്റ് ചെയ്യും. ചെക്ക് 3 less than or equal to 3, condition is true. Again it will display the value of n in the same line, and it also increment the value of n to 7. Okay, again j will be incremented after it will be checked, and the condition is failed, condition is false. After exiting that inner loop body it will skip the inner loop body and switches to new line. It will increment the value of I. 4 is less than or equal to 4, condition is true. Again starts with the inner for loop, j is equal to 1, 1 less than or equal to 4. സംഭവം മനസ്സിലായില്ലേ? ഇനിയും പറയണോ? ഓക്കെ ആണോ? ഓക്കെ, സോ ജസ്റ്റ് പാറ്റേൺ എന്താന്നുള്ളത് നോക്കുക, എന്താ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക. ij വേരിയബിൾസ് വെച്ച് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു നമ്പർ എടുക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിരുന്നോ? റെസ്പോണ്ട് ചെയ്തേ.